വെൽക്കം. തഹമനാണ്. ഹെമറ്റോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ആന്റി ഫൈബ്രിനോലിറ്റിക്സ് ഓർ ആന്റി ത്രോംബോലിറ്റിക്സ് മരുന്നുകളെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ മരുന്ന് എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡ് ആണ്. ഈ ACA എന്ന് നമ്മൾ വിളിക്കും. ഇത് നമുക്ക് ഓറലായിട്ട് കൊടുക്കാം ആൻഡ് ഓൾസോ IV ആയിട്ട് കൊടുക്കുന്ന മരുന്ന്, കുത്തിവയ്പ്പായിട്ടും കൊടുക്കാം. ആൻഡ് രണ്ടാമത്തെ മരുന്ന് ട്രാനക്സാമിക് ആസിഡ് ആണ്. ഈ മരുന്നിന് രണ്ട് തരം ഉപയോഗങ്ങളുണ്ട്. ഒന്ന് ഇഞ്ചക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഗുളികയായിട്ടോ, ഓറൽ ഗുളികയായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആന്റി ഫൈബ്രിനോലിറ്റിക് യൂസ് ആണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഉപയോഗം സ്ത്രീകളിലെ അമിത രക്തസ്രാവം, മെൻസ്ട്രൽ പീരീഡിലൊക്കെ ഉള്ള അമിതമായിട്ടുള്ള മാസമുറയുള്ള അമിത രക്തസ്രാവത്തിനൊക്കെതിരെ ഉപയോഗിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. ആൻഡ് രണ്ടാമത്തെ ഉപയോഗമാണ് പക്ഷേ ഈ മരുന്നിനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കുന്നത്. അത് ടോപ്പിക്കലായിട്ട് പുറമേ പുരട്ടുന്ന രീതിയിലുള്ള ഉപയോഗമാണ്, കോസ്മെറ്റിക് ഉപയോഗമാണ്. അത് ഉപയോഗിക്കുന്നത് മെലാസ്മയിലാണ്. സോ സ്കിൻ വൈറ്റനിങ്ങിന്, മുഖത്തെ കറുത്തപാടുകൾ മാറ്റി സ്കിൻ വൈറ്റനിങ്ങിനുള്ള, വെളുത്തിട്ട് പാറാനുള്ള ഉപയോഗമാണ് ഈ മരുന്ന് കോസ്മെറ്റിക്സിൽ ഫേമസ് ആക്കുന്നത്. അത് നമ്മൾ സിറംസ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക, സിറം മുഖത്തും മറ്റും പറ്റുന്ന ഉപയോഗം. സോ അപ്പോൾ നമുക്കിത് രണ്ടും പറയണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫൈബ്രിനോലിറ്റിക്സ്, ഈ മരുന്നുകളുടെ പ്രവർത്തന രീതി എന്താണെന്ന് നോക്കണം. ദെൻ ടോപ്പിക്കലായിട്ടുള്ള ഉപയോഗത്തിന്റെ മെക്കാനിസവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. മെലാസ്മയിലെ മെക്കാനിസവും നമുക്ക് പറയണം. ഫൈബ്രിനോലിറ്റിക്സ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കട്ട പിടിച്ച രക്തം എങ്ങനെ അലിയിക്കുന്നു, ശരീരം കട്ട പിടിച്ച രക്തത്തെ അലിയിക്കുന്ന പ്രോസസ്സ് എന്താണ്. സോ അതോടൊപ്പം തന്നെ കട്ട പിടിച്ച രക്തം എങ്ങനെ അലിയിക്കാതെ പിടിച്ചു നിർത്തുന്നു എന്ന കാര്യവും അതിനുള്ള മെക്കാനിസവും നമ്മൾ പറഞ്ഞു. സോ കട്ട പിടിച്ച രക്തം അലിയിക്കുന്നത് രക്തത്തിലുള്ള പ്ലാസ്മിനോജൻ, ഇപ്പോൾ ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇതിനകത്ത് പ്ലാസ്മിനോജൻ ഉണ്ട്, ബ്ലഡിൽ ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്ലാസ്മിനോജൻ ഉണ്ട്. അതിപ്പോൾ ഇവിടെ കട്ട പിടിച്ച് കിടക്കുന്ന ബ്ലഡിൽ അവിടെയുള്ള ഫൈബ്രിനിൽ വന്ന് ഒട്ടിച്ചേരുകയാണ്. ഫൈബ്രിനിൽ വന്ന് ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ബ്ലഡ് വെസലിലെ ഈ സെല്ലുകൾ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഉണ്ടാക്കുന്നു. ആൻഡ് ഇത് പോയി ഈ ഫൈബ്രിനിൽ ഒട്ടിച്ചേർന്ന പ്ലാസ്മിനോജനെ ആക്ടിവേറ്റ് ചെയ്യുക. സോ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്മിനോജൻ അത് പ്ലാസ്മിൻ ആയിട്ട് മാറുകയാണ്. സോ ഇങ്ങനെയാണ് രക്തം അലിയിക്കുക. പക്ഷെ ഇത് തടയുന്ന മെക്കാനിസവും ശരീരത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, വിവിധ മെക്കാനിസം പറഞ്ഞു. അതിലൊന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഒരു എൻഡോജീനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അത് ഇവിടെ നിന്നുണ്ടാവുന്നതാണ്. അതിന്റെ പേര് ആൽഫ 2 ആന്റി പ്ലാസ്മിൻ എന്നാണ്. ആൽഫ 2 ആന്റി പ്ലാസ്മിൻ എന്നാണ് അതിന്റെ പേര്. സോ പേര് പോലെ തന്നെ ആന്റി പ്ലാസ്മിൻ ആണ്, പ്ലാസ്മിനെതിരായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, പ്ലാസ്മിനെ തടയുന്ന മരുന്നാണ്. സോ ആൽഫ 2 ആന്റി പ്ലാസ്മിൻ എന്താ ചെയ്യുക, പ്ലാസ്മിനോജനെ പ്ലാസ്മിനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള പ്ലാസ്മിനോജനെ പ്ലാസ്മിനായിട്ട് മാറുന്നത് തടയുന്ന മരുന്നാണ്. സോ ആക്ടിവേഷൻ ഇൻഹിബിറ്റർ ആണ് ആൽഫ 2 ആന്റി പ്ലാസ്മിൻ. നമ്മളിവിടെ പറയുന്ന രണ്ട് മരുന്നും എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡും ട്രാനക്സാമിക് ആസിഡും രണ്ടും ഈ ആൽഫ 2 ആന്റി പ്ലാസ്മിന് സമാനമായിട്ടുള്ള പണിയാണ് ചെയ്യുക. സോ ആൽഫ 2 ആന്റി പ്ലാസ്മിൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യും. സോ ദേ മിമിക് ദ എൻഡോജീനസ് ആൽഫ 2 ആന്റി പ്ലാസ്മിൻ. സോ എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡ് ആൻഡ് ട്രാനക്സാമിക് ആസിഡ് ആർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ആക്ടിവേഷൻ ഓഫ് പ്ലാസ്മിനോജൻ ടു പ്ലാസ്മ. സോ ദേ മിമിക് ദ ആൽഫ 2 ആന്റി പ്ലാസ്മിൻ എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ഈ മരുന്നുകൾ ലൈസിൻ ബൈൻഡിങ് സൈറ്റിലാണ്. പ്ലാസ്മിനോജന്റെ ലൈസിൻ ബൈൻഡിങ് സൈറ്റ്, ലൈസിൻ എന്ന് വെച്ചാൽ അമിനോ ആസിഡ് ആണ്. ആൻഡ് ഇത് ലൈസിൻ ഡെറിവേറ്റീവ്സ് ആണ്. നമുക്ക് അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇതാണ് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ആക്ഷൻ, അല്ലെങ്കിൽ ആന്റി ഫൈബ്രിനോലിറ്റിക് ഓർ ആന്റി ത്രോംബോലിറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന മെക്കാനിസം. ഇനി ട്രാനക്സാമിക് ആസിഡ് സ്കിൻ വൈറ്റനിങ്ങിന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് പറയുന്നത്. സോ ഇത് ഉപയോഗിക്കുന്നത് മെലാസ്മ അല്ലെങ്കിൽ ക്ലോയാസ്മ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ്. നമ്മുടെ സ്കിന്നിന് കളർ, കറുപ്പ് നൽകുന്നത് മെലാനിൻ ആണ്. മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഇപ്പൊ സൂര്യപ്രകാശം കൂടുതലുള്ള സ്ഥലത്ത്, ഇക്വേറ്ററിനൊക്കെ അടുത്തുള്ള ആൾക്കാരിൽ, നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഇക്വേറ്ററിനൊക്കെ അടുത്താണല്ലോ, മെലാനിൻ കൂടുതലായിരിക്കും. ധ്രുവങ്ങളിലെ പോളാർ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മെലാനിൻ കുറവ് മതി. സോ മുഖത്ത് കുരുവും ഒക്കെ മറ്റും ഉണ്ടാകുന്ന പോസ്റ്റ് ഇൻഫ്ലമേറ്ററി അങ്ങനെയുള്ള കണ്ടീഷൻസിലും മെലാസ്മ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മെലാസ്മ ഉണ്ടാകും. വെയിൽ കൊണ്ടിട്ട് UV റേഡിയേഷൻസ് മൂലം മുഖം കരുവാളിക്കുന്ന അങ്ങനെയുള്ള മെലാസ്മയിലുണ്ട്. ദെൻ ഗർഭകാലത്ത് സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈസ്ട്രോജൻ ഉണ്ടാവും, അല്ലെ, ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ കൂടുതലും. സോ അതുമൂലം മുഖത്തും കഴുത്തിലുമൊക്കെ കറുത്തപാടുകൾ ഉണ്ടാകും. ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്, സോ ഇൻ പ്രഗ്നൻസി നിങ്ങൾ എഴുതിയേക്കാം. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ അതിനകത്ത് എന്താ ഉള്ളത്, അതിനകത്തും ഈസ്ട്രോജൻ ഉണ്ട്. സോ അത് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ഈസ്ട്രോജൻ മൂലം ഉണ്ടാകുന്ന സ്കിൻ പിഗ്മെന്റേഷനിലൊക്കെ എല്ലാം ഈ മെലാസ്മ എന്ന് പറയുന്ന കറുത്ത കണ്ടീഷൻസ് ഉണ്ടാകാം. സോ ഇവിടെയൊക്കെ ചർമ്മത്തിലെ മെലാനോസൈറ്റ്സ്, സോ സ്കിന്നിലുള്ള മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകൾ, ഈ സെല്ലുകളിൽ നിന്ന് കൂടുതലായിട്ട് മെലാനിൻ ഉണ്ടാകുന്നു, മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സോ ഈ മെലാനോസൈറ്റ്സ് എന്നുള്ള മെലാനിൻ വേറെ ചില സെല്ലുകളിലേക്കും കൂടി പോകുന്നുണ്ട്. അതാണ് കെരാറ്റോസൈറ്റ്സ്, സ്കിന്നിൽ തന്നെയുള്ള കെരാറ്റോസൈറ്റ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഈ സ്കിൻ പിഗ്മെന്റേഷൻ, കറുത്ത കളർ സ്കിൻ ഉണ്ടാവാനുള്ള കാരണം. സോ ട്രാനക്സാമിക് ആസിഡ് ഒരു അമിനോ ആസിഡ് ലൈസിൻ അനലോഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇത് അപ്പോൾ ഒരു എൻസൈം, ദാറ്റ്സ് കോൾഡ് ആസ് ടൈറോസിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ടൈറോസിൻ അമിനോ ആസിഡ് ആണെന്ന് നമുക്കറിയാം. സോ എൻസൈമിന്റെ പ്രവർത്തനം തടയും. സോ നമ്മൾ ബ്ലഡ് ആന്റി ഫൈബ്രിനോലിറ്റിക്സിലെ മെക്കാനിസം പറഞ്ഞിട്ടുള്ള പ്ലാസ്മിൻ, ആ പ്ലാസ്മിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെലാനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്
അതിൽ നിന്ന് കൂടുതൽ മെലാനിൻ ഉണ്ടാക്കുന്നുണ്ട്. സോ OCP-യിലും ഗർഭിണികളിലൊക്കെ ഇങ്ങനെയും നടക്കുന്നുണ്ട്. സോ ട്രാൻഎക്സാമിക് ആസിഡ് ഇൻഹിബിറ്റ് ദ ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രവർത്തനം തടയുന്നുണ്ട്. ഇപ്പോൾ UV ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ തടയുന്നുണ്ട്. ദെൻ പ്ലാസ്മിന്റെ പ്രവർത്തനം തടഞ്ഞിട്ട് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി, ഈസ്ട്രോജൻ ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നിവ തടയും. ഇങ്ങനെയാണത് ഈ സ്കിൻ വൈറ്റനിങ് കാരണമാകുന്നത്. ആന്റി ഫൈബ്രോലിറ്റിക് എഫക്ട് നമ്മൾ ഗുളികയായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ കൊടുത്ത ഉടനടി ലഭിക്കും. പക്ഷേ ഈ സ്കിന്നിലെ കോസ്മെറ്റിക് എഫക്ട്സ് ഉണ്ടാവാനായിട്ട് സമയമെടുക്കും. പക്ഷെ ഉണ്ടാകുന്ന പ്രവർത്തനം ദീർഘനാൾ ഉണ്ടാകും. ലോങ് സ്റ്റാൻഡിങ് ആണ്, കുറേ നാൾ ഈ എഫക്ട് കിട്ടും എന്നതാണ് ഗുണം. സോ പതിയെ പതിയെ കറുത്ത പാടുകളൊക്കെ മാറി ദീർഘനാൾ വെളുത്ത ചർമ്മം ഉണ്ടാവും നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ടോപ്പിക്കൽ യൂസ്. അത് ഉപയോഗിക്കുന്ന സിറം ഒക്കെയാണ്, മിനിമലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പല മരുന്നുകളാണ്. സോ ഇങ്ങനെയൊക്കെ ലഭിക്കുക. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ അത് കുറയുകയും പുതിയതായിട്ടുള്ള പിഗ്മെന്റേഷൻ ഇല്ലാതാവുകയും ചെയ്യും, വരുന്നത് ഇല്ലാതാവുകയും ചെയ്യും. സോ സാധാരണ മരുന്ന് 3% അല്ലെങ്കിൽ 2% ടോപ്പിക്കൽ സൊല്യൂഷനാണ്. പല കോമ്പിനേഷൻ ഉണ്ട്. വൈറ്റമിൻ സിയുടെ ഒപ്പം ഉണ്ട്, നിയാസിമൈഡിനൊപ്പം ഉണ്ട്, ഒരുപാട് കോമ്പിനേഷൻസ് ഒപ്പം ലഭിക്കുന്ന മരുന്ന്. മാത്രമല്ല ഇത് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല. ഈ സംഭവം ലൈസിൻ അമിനോ ആസിഡിന്റെ ഒരു സംഭവമാണ്. ദെൻ UV ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നില്ല. സോ ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഈ ട്രാൻഎക്സാമിക് ആസിഡ് അതിനുള്ളത് കൊണ്ടാണ് ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് വൈഡ് സ്കെയിലിൽ ഈ ട്രാൻഎക്സാമിക് ആസിഡ് സ്കിൻ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെലാസ്മയിൽ ഉപയോഗിക്കാനുള്ള കാരണം. സോ അപ്പോൾ നമുക്ക് രക്തം കട്ടപിടിക്കുന്ന കാര്യത്തിലേക്ക് വരാം. എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡ് ഇത് IV ആയിട്ടാണ് ഏറ്റവും അധികം കൊടുക്കുക. ദെൻ ഓറലായിട്ടും കൊടുക്കാം, ഇഞ്ചക്ഷനും ഓറലും കൊടുക്കാം. ആൻഡ് ട്രാൻഎക്സാമിക് ആസിഡും സെയിം ആണ്, ഓറൽ കൊടുക്കാം, ദെൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ദെൻ നമ്മൾ ടോപ്പിക്കൽ യൂസ് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഷോർട്ട് ആക്ടിങ്. ACA ഈ ഷോർട്ട് ആക്ടിങ് മരുന്നാണ്. ആൻഡ് ഇത് കുറേയും കൂടി ലോങ് ആക്ടിങ് ആണ്, കൂടുതൽ പൊട്ടന്റ് ആണ്, 7 times മോർ പൊട്ടന്റ് ആണ്. സോ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് പറയാം. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഫൈബ്രിനോലിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെപ്റ്റോകൈനേസ് അല്ലെങ്കിൽ ആൾട്ടിപ്ലേസ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. സോ അതിന്റെ ഓവർഡോസിലാണ്. ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ, അമിതമായിട്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആന്റിഡോട്ട് ആണ് ഈ മരുന്ന്. സോ ഫൈബ്രിനോലിറ്റിക്സിന്റെ ആന്റിഡോട്ട് ആയിട്ടാണ് പ്രധാനപ്പെട്ട ഉപയോഗം. ആൻഡ് ഈക്കാണ് മിക്കവാറും കൊടുക്കുക, ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കും. ട്രാൻഎക്സാമിക് ആസിഡും ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ഉപയോഗം ഹൈപ്പർ പ്ലാസ്മിനീമിയ. ഹൈപ്പർ എന്ന് വെച്ചാൽ പ്ലാസ്മിന്റെ എമൗണ്ട് കൂടുന്ന കണ്ടീഷൻ, ഹൈപ്പർ പ്ലാസ്മിനീമിയ എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം. ദെൻ മൂന്നാമത്തെ ഉപയോഗമാണ് ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നതിന് ഒരു കാരണം, ടു കൺട്രോൾ ആക്റ്റീവ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് അത് തടയാനായിട്ട്, കുറയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുക. ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഈ മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ഉദാഹരണം ഹീമോഫീലിയ രോഗികളിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം. ആൻഡ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ സർവ്വസാധാരണമായിട്ടുള്ള ഉപയോഗം മെനറിയൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് IUCDs, ഉദാഹരണത്തിന് കോപ്പർ T പോലുള്ള ഉപയോഗിക്കുന്ന ഗർഭനിരോധന സംഭവങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളിലുള്ള ബ്ലീഡിംഗ്, അങ്ങനെയുള്ള ബ്ലീഡിങ്ങിലാണ് ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. ഇനി ഇതേപോലുള്ള കണ്ടീഷനാണ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളിൽ, വേദനയും കൂടിയുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ട്രാൻഎക്സാമിക് ആസിഡ് പ്ലസ് അതിന്റെ കൂടെ മെഫെനമിക് ആസിഡും കൂടി ചേർന്ന കോമ്പിനേഷൻ കൊടുക്കാറുണ്ട്. മെഫെനമിക് ആസിഡ് നമുക്കറിയാം അതൊരു NSAID ആണ്. NSAID നോൺ സ്റ്റെറോയിഡൽ വേദന സംഹാരി മരുന്നാണ്. സോ ഇതിനെ പ്രത്യേകിച്ച് മെഫെനമിക് ആസിഡിന് പ്രത്യേകിച്ച് സ്ത്രീകളിലെ യൂട്രസിലെ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിഷൻ ചെയ്യുന്ന പ്രത്യേക ഗുണം കൂടിയുണ്ട്. സോ യൂട്രൈൻ വേദനകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വേദന സംഹാരി മെഫെനമിക് ആസിഡ് ആണ്. സോ ട്രാൻഎക്സാമിക് ആസിഡ് കൂടി ചേർക്കുമ്പോൾ രക്തം കട്ടപിടിക്കും, സോ വേദനയും കുറയും. ട്രാൻഎക്സാമിക് ആസിഡ് പ്ലസ് മെഫെനമിക് ആസിഡ് ഒരു 4 ഗുളികകളായിട്ട് നമുക്കൊരു സ്ട്രിപ്പായിട്ട് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള പാക്കറ്റ് കിട്ടും. സോ വേറെ മരുന്ന് മെഫ്റ്റാൽസ്പാസ് ആണ്. മെഫ്റ്റാൽസ്പാസിൽ പക്ഷേ ഇതില്ല, ട്രാൻഎക്സാമിക് ആസിഡ് ഇല്ല, രക്തം കട്ടപിടിക്കുന്ന മെഫെനമിക് ആസിഡ് ഉണ്ട്, വേദന കുറയ്ക്കാൻ. പ്ലസ് വേദന കുറയ്ക്കുന്ന ഡൈസൈക്ലോമിൻ എന്ന് പറയുന്ന വേദന സംഹാരി കൂടി അതിനകത്തുണ്ട്. ആന്റിസ്പാസ്മോഡിക് ഡ്രഗ് ആണ്. സോ ഇതാണ് വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇത് സ്വയം കഴിക്കാനുള്ളതല്ല, ഡോക്ടറുടെ നിർദ്ദേശം വേണം. ഈ ഉപയോഗത്തിന് എന്നുകൂടി ഒന്ന് ഓർക്കുക, അഡ്വൈസ് എഫക്ട് ഞാൻ പറയാം. സോ മറ്റൊരു ഉപയോഗം ട്രോമയിലാണ്. ട്രോമ എന്ന് വെച്ചാൽ ഫേഷ്യൽ ഓർ അത് ട്രോമയിൽ രക്തം കട്ടപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദെൻ കാർഡിയോ പൾമോണറി ബൈപ്പാസ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് രക്തസ്രാവം കുറക്കുന്നതിന് IV ആയിട്ടും മറ്റും ഈ മരുന്നുകൾ ഉപയോഗിക്കാം. ദെൻ ടൂത്ത് എക്സ്ട്രാക്ഷൻ, പല്ല് പറിക്കുമ്പോൾ ബ്ലഡ് കട്ടപിടിക്കാനായിട്ട് പ്രൊസീജിയേഴ്സിലെ എസ്പെഷ്യലി ഇൻ ഹീമോഫീലിയ രോഗമുള്ള പേഷ്യൻസിൽ പ്രത്യേകിച്ച് ഇത് വൈഡായിട്ട് ഉപയോഗിക്കും. ദെൻ ടോൺസിലക്ടമി അങ്ങനെയുള്ള കണ്ടീഷൻ, പ്രോസ്റ്റാറ്റിക് സർജറീസ്, ഇതെല്ലാം ഹീമോഫീലിയ രോഗികളുണ്ടെങ്കിൽ ഈ മരുന്നുകൾ കൊടുത്തിരിക്കും. ദെൻ മൂക്കിലൂടെ രക്തം വരുന്ന കാപ്പിലറീസ് ഒക്കെ പൊട്ടി വരുന്ന എപ്പിസ്റ്റാക്സിസ് കണ്ടീഷനിൽ ഉപയോഗിക്കാം. റിക്കറന്റ് എപ്പിസ്റ്റാക്സിസിൽ ഉപയോഗിക്കാം. ദെൻ ഹൈപ്പീമിയ ഇൻ ഓക്കുലാർ ട്രോമയിൽ ബ്ലഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ. സോ ഇൻ ബ്ലീഡിംഗ് അൾസറിൽ വരെ വേണമെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം, അൾസറിലെ ബ്ലീഡിംഗ് നിർത്താനായിട്ട്. ഇനി എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡിനെ അപേക്ഷിച്ച് ട്രാൻഎക്സാമിക് ആസിഡ് 7 times മോർ പൊട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇത് രണ്ടും ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രാ വാസ്കുലാർ ബ്ലഡ് വെസൽസിനകത്ത്
എർത്ത് ത്രോംബോസിസ്, രക്തം കട്ടപിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ, രക്തം കട്ടപിടിപ്പിക്കുന്ന മരുന്നാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ കിഡ്നി രോഗികളിൽ നമുക്ക് ESCA കുറയ്ക്കേണ്ടി വരും, ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വരും. ആൻഡ് അപൂർവമായിട്ട് ESCA മയോപ്പതി, പേശി വേദന ഉണ്ടാക്കാം. പക്ഷേ ESCയുടെ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല. അതിന്റെ മെയിൻ പ്രശ്നം ഡോസ് ആണ്. ഡോസ് എന്ന് പറയുമ്പോൾ ലാർജ് ഡോസ് കൊടുക്കണം. ഈ ESCA എന്ന് വെച്ചാൽ 5 grams ആണ് ഓറൽ ഓർ IV കൊടുക്കേണ്ടി വരും. ആദ്യം 5 gram കൊടുത്തിട്ട് പിന്നീട് 1 gram എവറി അവർ, ഓരോ മണിക്കൂറിൽ നമ്മൾ ബ്ലീഡിങ് കുറയുന്നത് വരെ കൊടുക്കാം. ഒരു ദിവസം പരമാവധി 30 gram വരെ കൊടുക്കാം. ഇത് മോർ പൊട്ടന്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഡോസ് വേണ്ട. ഇതിന്റെ ഡോസ് 1 to 1.5 grams TDS ആണ് ഓറലായിട്ട് കൊടുക്കാം. ദെൻ ഇഞ്ചക്ഷൻ ആണെങ്കിൽ 0.5 to 1 gram വരെ 3 times 3 നേരം TDS നമുക്ക് കൊടുത്താൽ മതി. ഗുളിക 500 250 ഒക്കെ ഗുളികയായിട്ടായിരിക്കും കിട്ടുക. സോ പ്രധാന പ്രശ്നം നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് തലവേദന, ഹെഡേക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാക്കാം. വെയിനിൽ അല്ലെങ്കിൽ രക്തത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ ത്രോംബോഫ്ലബൈറ്റിസ് 2 മരുന്ന് ഉണ്ടാക്കാം. ത്രോംബോഫ്ലബൈറ്റിസ് ഉണ്ടാക്കാം. ആൻഡ് ഇത് ട്രാൻഎക്സാമിക് ആസിഡും 2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്രൈൻ ബ്ലീഡിങ്ങിൽ കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക? ക്ലോട്ട് കട്ട പിടിക്കുന്നത്, അല്ലെ കട്ട പിടിച്ചിരിക്കുകയാണ്. അൺലൈസ്ഡ് ക്ലോട്ട്സ് ഒരുപാട് യൂട്രസിലുണ്ടെങ്കിൽ അത് യൂട്രൈൻ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. സോ അങ്ങനെയുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം എന്ന് നമ്മൾ പറയും. സോ ഇതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡ് ആൻഡ് ട്രാൻഎക്സാമിക് ആസിഡ് ആൻറ്റി ഫൈബ്രിനോലിറ്റിക് ഡ്രഗ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.